ഹായ് ഹലോ. അപ്പൊ നമ്മളിന്ന് വന്നിട്ടുള്ളത് മജ്ലിസ് കോളേജിലോട്ടാണ്. ഇന്നപ്പോ നമ്മുടെ മജ്ലിസ് കോളേജിന്റെ MSF യൂണിയൻ ഇനാഗ്രേഷൻ ആണ് ഇവിടെ വെച്ച് നടത്തുന്നത്. അതിലോട്ട് നമ്മളെ ക്ഷണിച്ചിട്ടാണ് നമ്മൾ വന്നിട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടുത്തെ ബാക്കി വിശേഷങ്ങളൊക്കെ നമ്മൾ കാണിക്കാം. ഓക്കെ, അപ്പൊ ഗൈസ് നമ്മൾ ആടി തിമിർത്തിട്ട് വരാം. ഇതിന് വ്യക്തി ആളെട്ടോ ആൾ നൈസായിട്ട് സ്കിപ്പായി വർക്ക് കാര്യങ്ങൾ തന്നെ. അപ്പോ പുതിയ പടത്തിന്റെ പുതിയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ അറിയിക്കും. എന്താ പറയാനുള്ളത്? എല്ലാരും തിയേറ്ററിൽ പോയി കാണണം. നവംബർ 14 തീയതി. പേര് പറയും. എന്റെ പേര് അതിഭീകര കാമുകി എന്നാണ് നമ്മുടെ പടത്തിന്റെ പേര്. നവംബർ 14 തീയതി എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. എന്റർടൈൻമെന്റ് മൂവിയാണ്. കാമുകന്റെ കാമുകിയാണ്. അപ്പൊ എനിക്ക് കാമുകിയില്ല, എന്നാലും പടം ഉണ്ടാവും, മണ്ണുണ്ടാവും, നിങ്ങളെ കണ്ടിട്ട് അഭിപ്രായം പറയാം. എല്ലാവരും പടം പോയി കാണാൻ ഉഷാറാക്കാൻ. നവംബർ 14. നമ്മളെ പുതിയ പടത്തിനെ പറ്റി എന്താ പറയുന്നത്? ഓഡിയൻസോട് എന്താ പറയുന്നത്? ഒന്നുമില്ല, നവംബർ 14 അതിഭീകര കാമുകൻ ലുക്മാന്റെ അതിഭീകര കാമുകൻ ഇറങ്ങാണ്. ഉറപ്പായിട്ടും തിയേറ്ററിൽ തന്നെ പോയിട്ട് കാണണം. ഫാമിലി റൊമാൻറ്റിക് മൂവിയാണ്. കോമഡി ഹ്യൂമറും ബാലൻസ് ചെയ്യുന്നുണ്ട്. ഉറപ്പായിട്ടൊരു റൊമാൻറ്റിക് മൂവിയാണ്. നവംബർ 14 തെറ്റിക്കുന്നതാണ്. തിയേറ്ററിൽ തന്നെ പോയി കാണാം. അതിഥി ഇവിടെ വന്നിട്ടുണ്ട്. കുറെ അതിഥികളുണ്ട്. ഓക്കെ, താങ്ക് യു. പുതിയ പടത്തിനെ എന്താ പറയുക? പുതിയ പടം നവംബർ 14 റിലീസാണ്. അതിഭീകര ദൂരോട്ടെ. സിനിമ അതിഭീകര കാമുകൻ നവംബർ 14 റിലീസ് ആവാണ്. ഒരു കംപ്ലീറ്റ് ഒരു റൊമാൻറ്റിക് മൂവിയാണ്. എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണാൻ എല്ലാവരും സപ്പോർട്ട് ചെയ്യും. താങ്ക് യു. നമ്മളാളെ കിട്ടിയിട്ടുണ്ട്. വളാഞ്ചേരി കാര്യം ഉണ്ടാവില്ല. അപ്പോ നിങ്ങൾ ചിത്രശലഭങ്ങളാണല്ലോ, ഭയങ്കര സുന്ദരികളും സുന്ദരന്മാരായിരിക്കുമല്ലോ. അപ്പൊ അതിലത്തെ ഒരു സുന്ദരിനെ ഞാൻ എന്റെ വീട്ടിലോട്ട് കൊണ്ടുവരുന്നു. ഇവിടുത്തെ ഒരു ചിത്രശലഭത്തെ, അവളെ പേര് ജുമൈബാദ. എന്റെ വൈഫ് മദ്രസിലാണ് പഠിച്ചത്.
മജ്ലിസിന് ഞാൻ എന്റെ ഭാര്യ വീട്ടിലൊക്കെ വരുന്ന പോലെയാണ് ശരിക്കും ചെറിയ നാളൊക്കെ. അപ്പൊ അത് എന്റെ വീടാണ്, നിങ്ങളെ പോലെ തന്നെ എന്റെ ക്യാമ്പസ് ആണത്. അപ്പൊ ഈ പറഞ്ഞ പോലെ ഞങ്ങളുടെ സിനിമ സത്യം മേലൊരു പാട്ടുണ്ട്, ആ പാട്ട് ഇവിടെ താമസിച്ചോ. അപ്പം കൂടെ കണ്ടിട്ട് നോക്കാം. പിന്നെ എല്ലാവരും ഉണ്ടാവില്ല ഡാൻസേഴ്സ് കൂടെ ഡാൻസ് എങ്ങനെയാണ് ആദ്യം തന്നെ ഇവിടെ വന്നപ്പോൾ എനിക്ക് വന്ന ആളുടെ ഇവിടെ ആള് ഇഷ്ടമല്ലോ പോയോ. എന്നാലും താങ്ക് യു ഫോർ ടേക്കിംഗ് ദാറ്റ് എഫേർട്ട്. അപ്പോ നമ്മളിവിടെ വന്നിരിക്കുന്നത് എനിക്ക് ആക്ച്വലി ഇവിടെ പ്രസംഗിച്ച കുറെ ആൾക്കാരെ പ്രസംഗിക്കാൻ അറിയില്ല സത്യം പറഞ്ഞ. ഇവരുടെ പ്രസംഗം കേട്ടിട്ട് ശരിക്കും ഭയങ്കര ന്യൂസ് ബോക്സ് ഒക്കെ എനിക്ക് വന്നു. അപ്പോ ഞാൻ ഫാക്ടറിയിടയ്ക്ക് നടക്കാം. നമ്മളിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ പടം അതിഭീകര കാമുകൻ പ്രൊമോട്ട് ചെയ്യാനാണ്. നവംബർ 14 റിലീസാണ്. എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. ഒരു ഫാമിലി പടമാണ്. സ്പോർട്സ് ക്ലബ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ചിത്രസംഘത്തിനെ കൊണ്ടുപോയത് കഥ പറഞ്ഞു. പക്ഷേ ഇവരുടെ പ്രായമില്ലാത്തവർ അങ്ങനെ കൊണ്ടുപോയി. പക്ഷെ എനിക്ക് മലപ്പുറമായിട്ട് പ്രാവശ്യമാണ് മലപ്പുറത്ത് വരുന്നത്. പക്ഷെ ആദ്യമായിട്ട് വന്നപ്പോ ഒരു ചിത്രശലഭത്തിനെ കാണാൻ വേണ്ടി സർപ്രൈസ് ആയിട്ട് നാട്ടിൽ നിന്ന് വെളുപ്പിന് 5 മണിക്ക് ബസ് കയറിയിട്ട് വന്നതാണ്. പക്ഷെ ചിത്രശലഭത്തിന്റെ വീട്ടിൽ നിന്ന് അതുകൊണ്ട് കാണാൻ പറ്റില്ല. അപ്പൊ അതെനിക്ക് മലപ്പുറം ഭയങ്കര വിഷമം തന്നിട്ടാണ് ഞാൻ തിരിച്ച് വൈകിട്ട് വീട്ടിൽ പോയി സ്ഥലമൊന്നും അറിയില്ല, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പൊ ഞാൻ ഒരു ഭാഷ ഫുട്ബോൾ നടക്കുന്ന സമയത്ത് ഗ്രൗണ്ടിൽ കമന്ററി പറയുകയുള്ളൂ. ഒരു കമന്ററി പറയുന്ന സെവൻസ് ഫുട്ബോൾ എന്നൊക്കെ പറഞ്ഞൊരു ഇമ്പാക്ട് വേറെ ഏതാ പറയാൻ പറ്റില്ല. ഇവന്റെ ഇതിൽ പറയാം കേൾക്കാൻ ഒരു കൊതിയായിട്ടാണ്. അവിടെ ഞാൻ ഓരോ സമയം പറഞ്ഞു ഇതെങ്ങനെയാണ്. ഉദയങ്ങളെ കാണാതെ അസ്തമയങ്ങളെ മറന്ന കലകളിവാക്കിയപ്പോൾ തോൽവിയില്ല. ജയവും തോൽവിയും മത്സരത്തിന് മാത്രമാണ്. കലയില്ലാതെ നമ്മൾ നടത്തുന്ന ഓരോ ശ്രമങ്ങളും ജയങ്ങൾ തന്നെയാണ്. സഞ്ചാരം പരിപാടി കണ്ട ഫീലല്ലേ. താങ്ക് യു. അപ്പൊ നവംബർ 14 ഉറപ്പായിട്ട് സിനിമ കാണാൻ പറ്റും. ഓക്കെ, താങ്ക് യു.
ഇങ്ങോട്ട് സപ്പോർട്ട് വരും സ്ഥാനാർത്ഥിയാണ്. അപ്പൊ ഗൈസ് പരിപാടിയൊക്കെ അടിപൊളിയേനു. എന്താ പറയാ എനിക്ക് എനിക്കെന്താ പറയാനുള്ളത്, എന്നെ വിളിച്ചുള്ള അംജാദിനെ ഞാൻ വളരെയധികം നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ അവരെ പരിപാടികൾ കാര്യങ്ങളൊക്കെ ഉഷാറായിരുന്നു. പിന്നെ 14-ാം തീയതി അതിഭീകരം എന്നുള്ള സിനിമ റിലീസാവാണ്. എല്ലാരും പോയി കാണാം, നമ്മൾ പോലെ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, നല്ലൊരു ജെന്യുവൻ റിവ്യൂ കൊടുക്കുക. അപ്പൊ ഇൻഷാല്ലാ നമ്മൾ അടുത്ത നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അപ്പോൾ വാച്ച് ചെയ്തിരുന്നോളി. ഓക്കെ, താങ്ക് യു.